നമ്മൾ ചെയ്യുന്ന ഈ കഴിഞ്ഞ ഇപ്പോൾ കാസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു സീനിൽ വന്നവർ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പോയിന്ന് വരാം. ഞാൻ പക്ഷെ നേരത്തെ അറിയിക്കാറുണ്ട് അവരെ, പരിപാടി കട്ടായി പോയിട്ടുണ്ടെന്നുള്ളത്. ഇനി പടം കണ്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആള് നസ്ലിനാണ്. നസ്ലിൻ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് നസ്ലിനെ വിളിച്ചിട്ട് എടാ ഈ ക്യാരക്ടറിലേക്ക് മാറ്റിയാലോ എന്നപ്പോൾ യെസ് അതിലേക്ക് വരുന്നു. കല്യാണി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യാറ്. എനിക്ക് തോന്നി കല്യാണി ഓക്കെ ആയിരിക്കും തോന്നി. എനിക്കും നിമിഷും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിമിഷ് പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്കാരനും ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ എങ്ങനെ ഇത്ര രൂപയ്ക്ക് ഒരു സിനിമ ചെയ്ത് അത് ഇത്ര രൂപയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ആ മൈൻഡ് സെറ്റോടുകൂടി എടുത്ത സിനിമയും അല്ല അത്. ആ മഞ്ഞുമ്മലിൽ കുറച്ചുണ്ടായിരുന്നു. ഞാൻ അരുൺ കുര്യൻ്റെ ട്വിൻ ബ്രദർ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ മഞ്ഞുമ്മലിലുള്ള കുറച്ച് സീൻസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ക്യാരക്ടർ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത്. പക്ഷേ പടത്തിൽ കട്ടായിപ്പോയി. അത് തിയേറ്ററിൽ ചെന്നപ്പോഴാണ് ഞാനും അറിയുന്നത്. ഡൊമിനിക്കോ അങ്ങനെ തന്നെ ഈ അളിയത് ഇങ്ങോടെ പോകുന്ന എനിക്ക് മനസ്സിലായി. നമ്മളൊരു സിനിമ ചെയ്തു, വൃത്തിക്ക് അത് ഇറങ്ങണം എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ കേക്ക് ഇതിങ്ങനെ പോവാ, കയ്യിൽ നിന്ന് പോയി. സിനിമ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധ്. വെൽക്കം. താങ്ക് യു. ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടർ മാത്രമല്ല, ആക്ടർ, റൈറ്റർ, ഡയറക്ടർ ആകാൻ പോകുന്നു. അതിൽ കുറേ ഏരിയയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതാണ്. ഇപ്പം പുതിയ വിശേഷം ലോകയാണ്. ലോകയുടെ കാസ്റ്റിങ്ങിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ലോകയുടെ കാസ്റ്റിങ്ങിലേക്കുള്ള യാത്ര ഞാനും ഡൊമിനിക്കും ഒരുപാട് വർഷമായിട്ട് ഫ്രണ്ട്സാണ്. തരംഗം ചെയ്യുന്ന സമയം മുതൽ എനിക്ക് ഡൊമിനിക്കിനെ അറിയാം. ഇന്നിപ്പോഴും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ചെയ്ത സിനിമകളും എല്ലാം ഈ പടത്തിൻ്റെ എഴുത്ത് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടില്ല. ഞാനപ്പോൾ എൻ്റെ ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ അലച്ചിലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അന്വേഷിപ്പിൻ കണ്ടെത്തുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് 2-3 പടം കൂടി ചെയ്തു. അത് കൊള്ളാമെന്ന് തോന്നിയോണ്ടാണെന്ന് തോന്നുന്നു. ഡൊമിനിക് പറഞ്ഞു ഇതിൻ്റെ കാസ്റ്റിംഗ് കൂടി നീ തന്നെ ചെയ് എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് കുറച്ച് പേരുണ്ടല്ലോ. ഇപ്പോൾ കല്യാണി ആണെങ്കിലും നസ്ലൻ. ഇപ്പം നസ്ലൻ്റെ ഞാൻ വായിച്ചതാണോ എവിടെ കേട്ടതാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. നസ്ലൻ ആയിരുന്നില്ല ആദ്യം അതിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നത് എന്നുള്ളത്. സോ ഈ ഒരു കാസ്റ്റിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ഇവരിലേക്കൊക്കെ തന്നെ? നസ്ലിൻ അത് ആക്ച്വലി പ്രേമലുവിനൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ആയിരുന്നു നമ്മൾ ഈ കാസ്റ്റ് വെച്ചിരുന്നത്. നസ്ലിൻ ആദ്യം വേറൊരു ക്യാരക്ടറായിരുന്നു ഇതിൽ. ഈ നസ്ലിൻ ചെയ്തതും വേറൊരു ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഡേറ്റ് ഇഷ്യൂസും പല പല കാര്യങ്ങളും കൊണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഡൊമിനിക്കിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പ്രേമലു ഇറങ്ങി. ഞാൻ പിന്നെ നമുക്ക് നസ്ലിനെ അടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ പോരെ, അപ്പുറത്തെ ഒരാൾ ഫില്ല് ചെയ്താൽ പോരെ. ഇതിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആള് നസ്ലിനാണ്. നമുക്ക് നസ്ലിൻ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് നസ്ലിനെ വിളിച്ചിട്ട് എടാ ഈ ക്യാരക്ടറിലേക്ക് മാറ്റിയാലോ എന്നപ്പോൾ യെസ് അതിലേക്ക് വരുന്നു. പിന്നെ എല്ലാ വഴിക്ക് അങ്ങ് പോകുമായിരുന്നു. കല്യാണിയുടെ കാസ്റ്റിങ്ങോ? കല്യാണി ഡൊമിനിക്കൊക്കെ തന്നെ ആ ഒരു ഇതിലേക്ക് എത്തിയതാണ്. കാരണം കല്യാണിയോട് പറയാൻ പോകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് കല്യാണിയോട് പറയാൻ പോവാന്നുള്ളത്. പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഒരു പെർഫെക്റ്റ് പരിപാടിയായിരിക്കും. നമ്മൾ ആൻ്റണിയൊക്കെ കാണുന്ന സമയത്തും ഈ ഇവരുടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യാറ്. എനിക്ക് തോന്നി കല്യാണി ഓക്കെ ആയിരിക്കും തോന്നി. തോന്നലല്ല, കല്യാണി ഓക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞപ്പോഴും പിന്നെല്ലാം ബാക്കി കാര്യങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പോയത്. അപ്പോൾ ഈ ഒരു ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ, ഇപ്പം ഡയറക്ടറും ഇപ്പം വിവേകും കൂടെ ഒരുമിച്ചിരുന്ന് ആർട്ടിസ്റ്റുകളെല്ലാം സെറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇവർ ആ ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലൊരു കാസ്റ്റിംഗ് ഡയറക്ടറിന് എത്രത്തോളം ആയിരിക്കും പങ്കുള്ളത്? ഇതാന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റും ഡൊമിനിക്ക് എന്താ വിചാരിക്കുന്ന ഓരോ ക്യാരക്ടറിൻ്റെ സ്കെച്ച് എന്താ, ഏത് മീറ്ററിലാണ് അവർ പെർഫോം ചെയ്യേണ്ടത്, ഇതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് ഓൾറെഡി അറിയാം. അപ്പം എനിക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഡൊമിനിക്ക് എന്താ ഉദ്ദേശിക്കുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ഏകദേശം ധാരണയുണ്ട്. പിന്നെ കാസ്റ്റിങ്ങിനും ഡൊമിനിക്ക് തന്നെ നമുക്ക് ഒരുവിധം ബാക്കി ഡയറക്ടേഴ്സ് അത് തരാറില്ല. ബാക്കിയുള്ള ഡയറക്ടേഴ്സ് അവരുടെ ഒരു ലുക്കിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറാണ് പതിവ്. നമ്മളുടെ ഫ്രീഡം അവിടെ നിന്ന് അങ്ങ് പതിയെ പോകും. അപ്പം ഇത് ഒരു ഫുൾ പരിപാടി നമ്മുടെ കയ്യിലേക്ക് തന്നേക്കുകയായിരുന്നു. ഡൊമിനിക്കും കൂടി ഇരുന്നിട്ടാണ് അതിലേക്ക് എന്നെ വിശ്വസിച്ചിട്ട് ചില ക്യാരക്ടേഴ്സ് ഞാനിത് ഓക്കെ ആയിരിക്കും സെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഡൊമിനിക്ക് ഓക്കെ അതങ്ങ് ഫിക്സ് ചെയ്ത് വിടുന്നത്.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഡൊമിനിക്ക് ഉദ്ദേശിക്കുന്ന ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടാന്ന് തോന്നുന്നു. എല്ലാം അത് നന്നായിട്ട് വന്നതെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം തിയേറ്ററിൽ പിന്നെയും അത് അതിലൊരുപാട് ഫ്രഷ് കാസ്റ്റും ഉണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഒരു പരിധി വരെ ഇത് ബാലൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഒരു 50% പുതിയ ആൾക്കാരെ വെക്കുക എന്നുള്ളത്. അത് അന്വേഷിപ്പിൻ ചെയ്യുമ്പോൾ മുതൽ അങ്ങ് പിന്നീട് ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളിലും ഒരു 50% എല്ലാം ഫ്രഷ് ഫേസ് നമുക്ക് ചില സമയത്ത് വെക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊജക്റ്റിലും 50% പുതിയ ആൾക്കാർ തന്നെ. അത് ലോകയിലും അതെ, ലോകയിലും എല്ലാം ഒരു ന്യൂ ഫേസ് ആണ് എല്ലാം. അതെ. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വായിച്ചായിരുന്നു. ഡൊമിനിക് അരുണിൻ്റെ ഒരു യാത്ര തരംഗം എന്ന് പറയുന്ന മൂവി ചെയ്തു. 8 വർഷമായ സിനിമ ഇറങ്ങിയിട്ട് വിചാരിച്ച പോലെ ഒരു വിജയം തിയേറ്ററിലും അതിന് ശേഷവും ഉണ്ടായില്ല. അത് 8 വർഷം വേണ്ടി വന്നു ഡൊമിനിക് അരുണിൻ്റെ അടുത്തൊരു സിനിമ ഇറങ്ങാനായിട്ട്. സോ ആസ് എ ഫ്രണ്ട് കൂടെ നിൽക്കുന്ന ഇപ്പം നിങ്ങളൊരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നതിനപ്പുറത്തേക്ക് ആസ് എ ഫ്രണ്ട് ഡൊമിനിക്കിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഡൊമിനിക്ക് ഈ പറയുന്ന പോലെ ഈ ടൈം ഗ്യാപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും പോലെ. പക്ഷേ ഓരോ പ്രൊജക്റ്റ് പിച്ച് ചെയ്യാനുള്ള പല പല സബ്ജക്റ്റുകളുമായിട്ട് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഓരോരോ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞാനും ഡൊമിനിക്കും കൂടി ചേർന്നൊരു പരിപാടി ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതും നെസ്ലിനോട് തന്നെ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഡിസ്കഷനിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് വേഫെയറിൽ കയറി ഓണാവുകയും എന്നാൽ പിന്നെ ഇതാദ്യം ചെയ്യാം എന്നുള്ള രീതിയിൽ നേരെ ലോകയിലേക്ക് പതിയെ കയറുമായിരുന്നു. അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്നു. പിന്നെ എനിക്ക് നിമിഷിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ആദ്യം കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയി അവിടുന്ന് ഓക്കെ ആയില്ല, പിന്നെയാണ് DQ-നാവുന്നത് പറഞ്ഞത്. DQ-യും നിമിഷും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം എനിക്കൊന്ന് നിമിഷ് പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്കാരനും ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ ഇവരും പ്രൊഡക്ഷൻ എങ്ങനെ ഇത്ര രൂപയ്ക്ക് ഒരു സിനിമ ചെയ്ത് അത് ഇത്ര രൂപയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ആ മൈൻഡ് സെറ്റോടുകൂടി എടുത്ത സിനിമയും അല്ല ഇത്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യം, ഒരു കോംപ്രമൈസും ഇല്ലാതെ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ പൈസയൊക്കെ അവർ അതിലിറക്കിയിട്ടാണ് ഈ സിനിമ മുഴുവൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ചോദിച്ചത് ഡൊമിനിക്കിൻ്റെ ഇതല്ലേ ചോദിച്ചത്. അപ്പോൾ നിമിഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരും ഭയങ്കര ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും എല്ലാം ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ വിഷയത്തിൽ ഈ സാധനമാണ് കയറി ആദ്യം ഓണായത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും സ്ക്രിപ്റ്റിലോ സ്ക്രീൻ പ്ലേയിലോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്? ഡൊമിനിക്ക് ഡെയിലി ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെയിലി ഇരുന്ന് സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണോ പുതിയത് കൊണ്ടുവരാൻ വരിക, ഏതൊക്കെയാണോ എടുത്ത് മാറ്റേണ്ടത്, പുതുതായിട്ട് എന്താണോ ആഡ് ചെയ്യേണ്ടത്, ഇടയ്ക്ക് പുതിയ ക്യാരക്ടേഴ്സ് ആഡായി വരുന്നുണ്ടായിരുന്നു. അത് ഷൂട്ടിൻ്റെ സമയത്തും അതിന് ആ സമയം വരെ സ്ക്രിപ്റ്റിലുള്ള റീവർക്ക് ഡൊമിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു, സീൻസിലായാലും. അപ്പോൾ ഒരു ആക്ടറും കൂടെ അല്ലേ ഇതിൽ ആസ് ആൻ ആക്ടർ ഒരു ഭാഗമാവണം തോന്നിയില്ലായിരുന്നോ? ചോദിച്ചായിരുന്നു, തന്നില്ല. അതെന്ത് പറ്റി അറിയില്ല. അടുത്ത പാർട്ടുകളുണ്ടല്ലോ, ഏതെങ്കിലും ഭാഗമാവാനായിട്ടാ. പിന്നെ ആക്ടിങ് പരിപാടി ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഇതിൽ തല കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് അടുത്തേൽ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുറച്ചും കൂടെ ഇതിനിടയിൽ പോയി ഇതിനിടയിൽ പോയി 2-3 പടം കൂടെ ചെയ്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വൈഡാക്കി തിരിച്ചു വന്നിട്ട് ഇതിലെന്തെങ്കിലും കാര്യമായിട്ടുള്ള പരിപാടി കയറി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ചോദിച്ചില്ല. ചോദിച്ചാൽ തന്നെ എനിക്ക് തന്നെ അറിയാം എനിക്ക് പറ്റിയതിനകത്ത് ഒന്നുമില്ല എന്നുള്ളത്. പിന്നെ ചോദിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ട് ചോദിച്ചൊന്നുമില്ല. അത് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഈ സർക്കിളിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമ എങ്ങനെയെങ്കിലും നടക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും ആവശ്യം. അതങ്ങ് നടന്നു. ആരും ചോദിച്ചില്ല, കൂട്ടത്തിലുള്ള ആരും ചോദിച്ചില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരും ചോദിച്ചില്ല. നമുക്കറിയാം ഇല്ല എന്നുള്ളത്, ഈ സിനിമ നടക്കട്ടെ എന്നുള്ളതും. ഇവർ ആക്ടർ ആവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, ലൈക്ക് ആക്ടറാണ് അല്ലെന്നല്ല, കുറച്ചും കൂടെ ഒരു ലാർജ് സ്കെയിലിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കാസ്റ്റിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ഫീൽഡ് ആണെങ്കിലും ഇതിലെല്ലാം ഇങ്ങനെ നിൽക്കുമ്പം ആക്ടിങ്ങിലേക്ക് എത്താൻ എങ്ങനെയായിരിക്കും? ഡിഫിക്കൽട്ടാണോ കുറച്ചുകൂടി ഈസി ആണോ? ആക്ടിങ്ങിലേക്ക് എത്താൻ ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചാൽ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പം ചിലർ വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ ലോകയിൽ തന്നെ, ലോക എന്നല്ല ഇതിന് മുന്നേ ഞാൻ ചെയ്ത വർക്കിൽ നമ്മൾ ഓഡീഷന് വിളിപ്പിക്കുമ്പോഴും ഇവരെല്ലാം ഒരുപാട് ഓഡീഷന് പോയിട്ടുണ്ട്, സ്ഥിരമായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല, അങ്ങനെ പോവാണ്. അപ്പോൾ ഒരു പരിധി വരെ എനിക്ക് പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്കും ആഗ്രഹമുണ്ടല്ലോ, ഒരു ആരോടത് ചോദിക്കേണ്ടത്, എവിടെയാണ് ഇത് കയറേണ്ടത്, എന്താ ഇത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഐഡിയ ഇല്ലല്ലോ. അപ്പം
പുറത്തുള്ളവരോ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരോ ഈ ഇതിൽ നിൽക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാലൻസ് ചെയ്തിട്ടുള്ള പുതിയ ആൾക്കാരെ കൂടുതലും നല്ല ടാലൻ്റ് ഉള്ളവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എനിക്കും അഭിനയിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ആരും വിളിക്കുന്നില്ല, എല്ലാവരും കാസ്റ്റിങ്ങിനാണ് വിളിക്കുന്നത്. ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ആരെങ്കിലും കോണ്ടാക്ട്സ് ഇപ്പൊ നല്ല വലിയൊരു കോണ്ടാക്ട് അതുണ്ട് ഉണ്ടല്ലോ, അതുണ്ട്. അത് വെച്ചിട്ട് പക്ഷെ വലിയ കാര്യം ഉണ്ടാകുന്നില്ല എന്നാണോ? കഴിഞ്ഞ ദിവസം 2-3 ഇപ്പോൾ ഒരുവിധം എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ ഫ്രണ്ട്സാണ്. കാരണം ഇപ്പം ഞാൻ ഏകദേശം 10-13 വർഷമായി സിനിമയ്ക്കകത്തേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്ന് പിന്നെ പണിയെടുത്ത് ഇങ്ങനെ സിനിമയ്ക്കുള്ള എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്പനിയാണ്. ഈ അടുത്ത് വിളിക്കുന്ന ഡയറക്ടേഴ്സ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും അല്ലാതെ പരിചയമില്ലാത്തവരും ഇപ്പോൾ പുതുതായിട്ട് പരിചയപ്പെടുന്നവരും എല്ലാം വിളിക്കുന്നത് കാസ്റ്റിങ്ങിനാണ്. ആരും അഭിനയിക്കാൻ വിളിക്കുന്നില്ല. ആരെങ്കിലും കാസ്റ്റിംഗ് അത്ര അടിപൊളിയായിട്ട് വരുന്നുണ്ടാവും. കാസ്റ്റിംഗ് എനിക്കിഷ്ടമാണ്. അത് വേറൊരു, അതായത് നമുക്ക് ഈ സ്ക്രിപ്റ്റൊക്കെ ആദ്യം വായിക്കാം, പിന്നെ അതിൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് തന്നെ ചോദിക്കാം, ഇത് ഞാൻ ചെയ്യട്ടെ എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷെ അന്വേഷിപ്പിലും എനിക്ക് തന്നെ തോന്നി ഇതിൽ എനിക്കൊന്നുമില്ല ചെയ്യാനായിട്ട്. നരിവേട്ട അതെ, എനിക്കൊന്നുമില്ല ചെയ്യാനായിട്ട്. നിവിൻ്റെ കൂടെ നിവിൻ പോളിയുടെ ഫാർമ ചെയ്തു ഹോട്ട്സ്റ്റാറിൽ, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറ്റിയൊന്നും ഇങ്ങനെ കിട്ടാതെ നിൽക്കുമ്പോൾ ഡയറക്ടർ തന്നെ പറഞ്ഞത്, അരുൺ PR, അതിൽ ഇന്നൊരു ക്യാരക്ടറുണ്ട്, അത് ചെയ്യും. പക്ഷെ അത് സ്ക്രിപ്റ്റിൽ കുറച്ചുള്ളൂ, പക്ഷെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അത് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി വലുതാക്കിയതാണോ, എൻ്റെ അഭിനയ മികവ് കണ്ട് വലുതാക്കിയതാണോ അറിയില്ല. മനസ്സിലായി. ഇത് മഞ്ഞുമല്ല് ഇതുപോലെ ചെയ്തിട്ട് അത് പിന്നെ കട്ടായി പോകുന്ന ആ മഞ്ഞുമല്ല് കുറച്ചുണ്ടായിരുന്നു. ഞാൻ അരുൺ കുര്യൻ്റെ ട്വിൻ ബ്രദർ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ മഞ്ഞുമല്ലുള്ള കുറച്ച് സീൻസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ക്യാരക്ടർ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത്, പൈസയും കൊണ്ടൊക്കെ ചെല്ലുന്നത്. പക്ഷേ പടത്തിൽ കട്ടായിപ്പോയി. അത് തിയേറ്ററിൽ ചെന്നപ്പോഴാണ് ഞാനും അറിയുന്നത്. കാരണം ഡബ് ചെയ്യുമ്പോൾ ആകെ കുറച്ച് ഡയലോഗ്സ് പരിപാടികളുള്ളൂ, പിന്നെ നമ്മളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. തിയേറ്ററിൽ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി, അതായത് ഞാൻ ഡയലോഗ് പറയാൻ പോകുന്ന ഏരിയ എനിക്കറിയാലോ. ഞാൻ അടുത്തിരുന്നവനോട് ഇത് എൻ്റെ ഡയലോഗ് പറഞ്ഞു വരുമ്പോഴേക്കും സീൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി പരിപാടി മൊത്തം പോയി. തിയേറ്ററിൽ ചെന്നപ്പോൾ മാത്രമല്ല അറിയണേ. അപ്പോൾ എന്തായിരുന്നു ഇമോഷൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സിനിമയിൽ ഇത് എഡിറ്റ് ചെയ്ത് പോകുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, അല്ലാതെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അവർ ഉറപ്പായിട്ട് എഡിറ്റ് ചെയ്യും. അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഈ കഴിഞ്ഞ ഇപ്പോൾ കാസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു സീനിൽ വന്നവർ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പോയിന്ന് വരാം. ഞാൻ പക്ഷെ നേരത്തെ അറിയിക്കാറുണ്ട് അവരെ, പരിപാടി കട്ടായി പോയിട്ടുണ്ടെന്നുള്ളത്. ഇനി പടം കണ്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. പിന്നെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കയറി ഇത്രയും ഹിറ്റായിട്ട് ഇവർ മറ്റേ ഷീൽഡ് തന്നായിരുന്നല്ലോ, ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഇതിൽ കാസ്റ്റിങ്ങിലുണ്ടായിരുന്നതാണ്. ഇല്ല പിന്നെ എന്തായിരുന്നു ഞാൻ അഭിനയിക്കുന്നുണ്ട്, ഏത് സീൻ ഞാൻ മറ്റേ ഇന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ ഉണ്ട്. അതിനകത്തന്നെ വേറെ ലുക്കുമാണ്. എന്നെ അരുൺ കുര്യനെയും ഏകദേശം ഒരേപോലെയാക്കി വെച്ചേക്കാം, മീശയും ഹെയർ സ്റ്റൈലും ഇതൊക്കെ ആയിട്ട്. അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ആ ലുക്ക്. അരുൺ കുര്യനും വിവേകും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സിമിലാരിറ്റീസ് വലുതായിട്ടില്ല. അതെങ്ങനെയാ ട്വിൻ ലുക്ക് കൊണ്ടുവന്നു എന്നുള്ളതൊന്ന് കണ്ടാൽ കൊള്ളാം. അതിൽ കാണുമ്പോൾ ഏകദേശം ആ ഫസ്റ്റ് കല്യാണ സീനിൽ തുടക്കത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സീനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ വേറെ രൂപമായതുകൊണ്ട് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാണുമ്പോൾ മനസ്സിലാവും അത് ഞാനാന്നുള്ളത്. ഇനിയും വേറെ ഏതെങ്കിലും പടങ്ങൾ അഭിനയിക്കാൻ വിളിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിലിരിക്കുന്നു. ഞാൻ സ്വയം കാസ്റ്റ് ചെയ്യുന്ന പടമായിട്ട് പോലും എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ തന്നെ അഭിനയിക്കും അപ്പോൾ സാധ്യതയില്ലായിരിക്കും. അത് ചിന്തിച്ചിട്ടില്ല അങ്ങനെ. ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഇപ്പം വിവേക് ഭാഗമായിട്ടുള്ള കുറച്ച് സിനിമകൾ, കുറച്ച് സംവിധായകരുടെ ഇവരുടെ ആദ്യത്തെ സിനിമ, രണ്ടാമത്തെ സിനിമ, അതിൽ ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അഖിൽ അനിൽകുമാറിൻ്റെ ഫ്രീഡം ഫൈറ്റിൽ അഭിനയിച്ചു. അഖിലിൻ്റെ തിയേറ്ററിക്കൽ സെക്കൻഡ് റിലീസായിരുന്നു തലവര. അതിപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവുന്നുണ്ട്. അതുപോലെ തന്നെ ചിദംബരത്തിൻ്റെ ജാനേമൻ ഹിറ്റായിരുന്നു. മഞ്ഞുമലും അതിനപ്പുറത്തേക്ക് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയിലേക്കൊക്കെ എത്തി. ബിപിൻ കൃഷ്ണയുടെ 21 ഗ്രാംസിൽ അഭിനയിച്ചു. അത് അത്യാവശ്യം എല്ലാ ആൾക്കാരിലേക്കും എത്തി. പിന്നെ സാഹസം വന്നപ്പം ഭയങ്കര കളറായി. അതായത് ആ സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമ വീണ്ടും ഒരുപാട് കളറാവുക ചെയ്തത്. പിന്നെ അനുരാജ് മനോഹറിൻ്റെ ഇഷ്ക്, നരിവേട്ട ഇതുപോലെ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി. ഡൊമിനിക് അരുണിൻ്റെയും തരംഗം,
വലിയ രീതിയിൽ ഓടിയില്ല. പക്ഷെ ലോക വന്നപ്പോഴത്തേക്കിന് വീണ്ടും ഇപ്പം ഓണം ഹിറ്റായിട്ട് ലോക മാറിയിരിക്കുക. അപ്പോൾ ഇത് ഈ സംവിധായകൻ്റെ ഒക്കെ രണ്ടാമത്തെ റിലീസ്, ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായിട്ട് വിവേക് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാ ലിസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. അതിപ്പോ പെട്ടെന്ന് കേട്ടപ്പോൾ എന്താ കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നല്ലേ? ഞാൻ ഇപ്പോൾ കേട്ടപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നത്. കൊള്ളാം, നല്ലൊരു പരിപാടിയാണ്. ഇവരുടെയൊക്കെ മൂന്നാമത്തെ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവുമോ? വിളിക്കുമായിരിക്കും. വേറെ ആരും ഉണ്ടായില്ലെങ്കിലും ഡൊമിനിക്കിൻ്റെ ഉണ്ടാവും. എൻ്റെ രാജു വിളിക്കുമായിരിക്കും, ബിബിൻ വിളിക്കുമായിരിക്കും. ബിബിൻ ആക്ച്വലി രണ്ടാമത്തെ പടം സാഹസത്തിൽ ഞാൻ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, കഥയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ പെട്ടെന്ന് ഷൂട്ടൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് ഡിലേ ആയി, പെട്ടെന്ന് ഷൂട്ട് തുടങ്ങി. അവർക്ക് എല്ലാ പരിപാടികളും പെട്ടെന്ന് തീർന്നു. അത് ചിലപ്പോൾ പറ്റിയ പരിപാടിയൊന്നും ഉണ്ടാവില്ലായിരുന്നിരിക്കാം, വിളിച്ചില്ല. അടുത്ത പടത്തിൽ വിളിക്കുമായിരിക്കും. അതെ അതെ. ഇപ്പം ഇനിയും ഡയറക്ഷൻ പരിപാടി ഇനി എങ്ങനെയാണ്? ഇടയ്ക്കൊരു സിനിമ അനൗൺസ് ചെയ്തു, പക്ഷെ അത് പിന്നീട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ടിക്ടോക്കിൻ്റെ അത് ഇങ്ങനെ അത് 2016 അനൗൺസ് ചെയ്തത്. നമ്മളതിൻ്റെ എഴുത്ത് പരിപാടി നടക്കുന്നത് 2013-14 ആ സമയത്താണ്. പിന്നെ അത് ഡ്രോപ്പായില്ല. അതിങ്ങനെ നടക്കുമോ ഇല്ലയോ ഇങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. കുറേ നാൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് അത്യാവശ്യം ഭയങ്കര ബഡ്ജറ്റും ഉണ്ടായി അതിന്. കുറേ കാലം നടന്നപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു മടുപ്പ് തോന്നുമല്ലോ. അങ്ങനെ ഞങ്ങളത് ശരി എന്നാൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് വേറൊരു സബ്ജക്റ്റ് റെഡിയാക്കി അതുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മറ്റേ ലോക്ക്ഡൗണൊക്കെ വന്ന് വീണ്ടും ഡിലേ ആയി. അത് കഴിഞ്ഞ് വീണ്ടും ചിതുവിൻ്റെ കൂടെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അത് അനൗൺസ് ചെയ്തു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കൂടെ. പിന്നെ മഞ്ഞുമ്മലിറങ്ങി. ചിതു ഭയങ്കര ബിസിയായി. അതിങ്ങനെ ഡിസ്കഷനിലുണ്ട്. അതും നടക്കുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. നടക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. ചിതു ഇപ്പോൾ മറ്റേ ബാലൻ്റെ ഷൂട്ടിലാണല്ലോ. അതിലേക്ക് ഇനി തിരിച്ചു വരുള്ളൂ. ചിതുവിൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ സബ്ജക്റ്റാണ്. ഈ ടൈം ട്രാവൽ പിന്നെ എനിക്ക് അനക്കാനും എന്തോ ഭയങ്കര ധൈര്യക്കുറവായിരുന്നു. പിന്നെ ഇത്രയും നാളായപ്പോൾ സിനിമയ്ക്കും അത്യാവശ്യം ഓഡിയൻസിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ആ സ്ക്രിപ്റ്റും ഒന്നിരുന്ന് പഴയതായിട്ടുണ്ട്, ഭയങ്കര പഴയ ഡ്രാഫ്റ്റാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പുതിയ വേർഷൻ എഴുതണം, ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട്. എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടി ഒന്ന് പിച്ച് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. പതിയെ അതിൻ്റെ പരിപാടിയും തുടങ്ങണം. ഇപ്പം എൻ്റെ ഫ്രണ്ടുണ്ട്, ഇപ്പോൾ പറയാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കില്ല എന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് പറയാത്ത. ഒരുപാട് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ അതിൻ്റെ ചോദ്യം വരും എന്തായി അതെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ആരോടൊന്നും പറയാറില്ല. ഒരു ഇതുകൊണ്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ എഴുത്ത് പരിപാടിയും നമ്മളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് നടന്നാൽ അതായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടി. അങ്ങനെ പറയാറില്ല, പറഞ്ഞും പോയി. ഇനിയിപ്പൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ആക്ടർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ളതിലേക്ക് ടേൺ ആയത് എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് ഞാൻ ഈ പറഞ്ഞ ഫൈനൽസിൻ്റെ ഡയറക്ടർ അരുൺ PR, പുള്ളിയുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു സോണി ആയിട്ട്. ഞാനതിൽ പുള്ളീനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ, ക്രിയേറ്റീവ് സൈഡിലൊക്കെ അങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്ക് ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ എനിക്ക് ആക്ടേഴ്സിൻ്റെ പരിപാടി ഒന്ന് സെറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനത് ഇങ്ങനെ കാസ്റ്റിങ്ങിന് ഇന്ന അപ്പം പുള്ളിക്കാരനത് ഇത് കൊള്ളാം, പരിപാടി കൊള്ളാം, പിന്നെ കാസ്റ്റിംഗ് ഏരിയ നീ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്വേഷിപ്പിൻ കണ്ടത്തിൻ്റെ ഡയറക്ടർ ഡാർവിൻ, നമ്മുടെ ഫ്രണ്ട്, അടുത്ത സുഹൃത്താണ് ഡാർവിൻ, ഇങ്ങനെ ഇത് കാസ്റ്റിന് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ എന്തോ ചോദിച്ചു വന്നപ്പോൾ അരുൺ PR ആണ് സജസ്റ്റ് ചെയ്തത് തന്നെ, വിവേക് നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഡാർവിനോട് എടോ താൻ കാസ്റ്റിംഗ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, പുള്ളിയുടെ പടത്തിൽ ചെയ്തതാണ്, അപ്പോൾ നമ്മുടെ പരിപാടിയിലും കൂടി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡാർവിൻ്റെ കൂടെ ഇത് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബാക്ക് ടു ബാക്ക് എല്ലാവരും കാസ്റ്റിങ്ങിന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറായി മാറിയതാണ്. ഇപ്പം ഈ ലോകയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ?
അതിൻ്റെ ഐഡിയ ഒക്കെ ഡൊമിനിക്കിനുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ ഇനിയിപ്പോൾ അടുത്ത് തന്നെ തുടങ്ങുമായിരിക്കും. കാസ്റ്റിംഗ് അതും വിവേകനായിരിക്കുമല്ലോ. ആയിരിക്കില്ലേ? ആയിരിക്കും. അതിൽ ഓൾറെഡി സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഹിന്റ് തന്നാണ് നിർത്തുന്നത്. അപ്പം അവിടുന്ന് സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും. അതിലേക്കുള്ള ഏകദേശം ഒരു കാസ്റ്റിംഗ് ഒക്കെ മനസ്സിലുണ്ടാവും. ബാക്കി അറിയില്ല ക്യാരക്ടേഴ്സ് ആരൊക്കെ വരും എന്നുള്ളത്. അല്ല ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അതിന്റെ ഇപ്പൊ ഞാനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാടൊന്നും പുറത്ത് പറ്റില്ല. ഓക്കെ, സോ പിന്നെ അടുത്ത വരുന്ന കമ്മിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി ഇറങ്ങാനുള്ളത് ഫാർമ, പിന്നെ സോണി ലിവിന്റെ ഒരു സീരീസ് കൂടി ചെയ്തിട്ടുണ്ട്. ഫാർമയുടെ ഡയറക്ടറും അരുൺ ബി ആർ തന്നെയാണ്. ഈ സോണി സീരീസിന്റെ ഡയറക്ടർ അരുൺ ബി ആർ തന്നെയാണ്. പിന്നെ അഭിനവിൻ്റെ പടം മോളിവുഡ് ടൈംസ്, അതിൽ ഫുൾ കാസ്റ്റ് ചെയ്തിട്ടില്ല, കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടികൾസ് നമ്മുടെ പടം, അതിപ്പോൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കാസ്റ്റിംഗ് തന്നെ. ഐ എം ഗെയിം ദുൽഖറും പെപ്പയുള്ളത്, അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഏരിയ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിനയിച്ചത് ഫാർമയും സോണി സീരീസും, ഇത് രണ്ടും ഇറങ്ങാനുള്ളത്. ഫാർമയിൽ അഭിനയിക്കുക, കാസ്റ്റിംഗ് അല്ല? കാസ്റ്റിംഗ് ഞാൻ തന്നെയായിരുന്നു, അഭിനയം ഞാൻ തന്നെയായിരുന്നു. ഇതിൽ പക്ഷേ രണ്ടിലും ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ അഭിനയിച്ചത്, ഞാൻ തന്നെയല്ല എന്നെ കാസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി വിവേക് ഡയറക്ടർ ചെയ്യുന്ന പടം ഏത് ജോണറിലായിരിക്കും വരാൻ പോകുന്നത്? ഇഷ്ടപ്പെടുന്നത് 2-3 സബ്ജക്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എഴുതി ഒരു നോർമൽ കഥയായിരിക്കും. ഇത് എഴുതി വരുമ്പോൾ ഈ ഫാൻറ്റസിയുടെ ഒരു ചെറിയ പരിപാടി നമ്മൾ എഴുതുന്ന എല്ലാത്തിലും കയറി വരാറുണ്ട്. ടിക്ടോക്ക് ആയാലും അത് കഴിഞ്ഞിട്ട് ചെയ്യാറുന്ന സബ്ജക്റ്റ് ആയാലും ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നതായാലും എല്ലാത്തിലും ഒരു ഫാൻറ്റസിയുടെ ഒരു എന്തൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ കയറി വരാറുണ്ട്. നമ്മളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഹ്യൂമറും ഫാൻറ്റസിയും അതേപോലുള്ള സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യാതെ എനിക്ക് ത്രില്ലറൊന്നും എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോലും എനിക്ക് മനസ്സിലാവാറില്ല. 2ാമതും 3ാമതും വായിച്ചാൽ മാത്രമേ എനിക്ക് അതിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻ പരിപാടി ട്വിസ്റ്റൊക്കെ എന്താണെന്നുള്ളത് 2ാമതൊന്നും കൂടെയൊക്കെ വായിക്കുമ്പോഴാണ് കിട്ടുന്നത്. ത്രില്ലർ എന്തോ എനിക്ക് എഴുതാനും അറിയില്ല, വായിച്ചാലും മനസ്സിലാവാറില്ല. സിനിമ കണ്ടാലും 2 പ്രാവശ്യം കണ്ടാലും എനിക്ക് അതിൻ്റെ ഒരു പരിപാടി കിട്ടാറുള്ളൂ. ത്രില്ലർ എന്തോ തലയിലേക്ക് കയറാറില്ല. ത്രില്ലറൊക്കെ എഴുതുന്നവർ ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. ഐ ആം ഗെയിം ഏകദേശം ഒരു ത്രില്ലർ മൂഡല്ലേ വരുന്നത്? ഐ ആം ഗെയിം അതും ഞാനൊന്നും പറയാതിരിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ ലോകയുടെ ഒരു കാര്യവും ആർക്കും അറിയില്ലായിരുന്നു. ഇതിൻ്റെ ഒരു ന്യൂസും അറിയില്ല. ഇതിൻ്റെ ഒരു പടത്തിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എന്താ, ആർട്ടിസ്റ്റുകൾ ഫാന്റസി മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. ഇവിടുത്തെ ഒരു പിക്ക് പോലും ലീക്ക് ആയിട്ടില്ല, ഒന്നും പുറത്തു പോയിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി ടീസർ വിടുന്നു. ടീസർ വന്നപ്പോൾ ആൾക്കാർ ഓക്കെ, ട്രെയിലർ വരുന്നു, ഓക്കെ, പിന്നെയാണ് പരിപാടി കൊണ്ട് ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒന്നും അറിയാതെ കണ്ടതിൻ്റെ ഒരു സംഭവം ആ പടത്തിനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഐ എം ഗെയിമിലും ഉണ്ട്. ഒന്നും ഫ്രഷായിട്ട് അത് കാണുന്നതായിരിക്കും ബെറ്റർ. കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനും ഓൾറെഡി കഥയെല്ലാം അറിയാമല്ലോ. അറിയാം. സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമല്ലോ. എല്ലാത്തിൻ്റെയും സ്ക്രിപ്റ്റ് ആദ്യം വായിച്ച എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽ എടുത്ത് നമ്മൾ അവർക്കൊരു വരയ്ക്കല്ല, എന്നാലും നമ്മൾ അവർക്കൊരു സ്കെച്ച് ഉണ്ടാക്കും. എന്താണ് അവരുടെ ബോഡി ലാംഗ്വേജ്, എന്താണ് അവരുടെ സംസാര ശൈലി, അവരേത് മീറ്ററിൽ സംസാരിക്കുന്നവരാണ്, ലൗഡാണോ സോഫ്റ്റ് ആണോ, ഏത് സ്ഥലത്തുനിന്ന് വരുന്നവരാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ ആൾക്കാരുണ്ടല്ലോ, ഈ അഭിനയത്തിനോട് പാഷനുള്ള ഒരുപാട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യും, കാസ്റ്റിംഗ് അയക്കാറുണ്ട്. ഇപ്പം നോർമലി ഇപ്പോൾ ഒരു 100 പേര് അറ്റൻഡ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരാൾക്ക് പോലും കിട്ടണം എന്നില്ല. അപ്പോൾ ഈ ഒരു അതിലെന്തായിരിക്കും പറയാനുള്ളത്? ഈ സിനിമ ആഗ്രഹിക്കുന്നില്ല, അഭിനയത്തിനോടുള്ള ഇഷ്ടം ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകെ നടക്കുന്നു. പൊതുവെ കാസ്റ്റിംഗ് കോൾ ഇടാറില്ല, ഈ ഓപ്പൺ ഓഡീഷനും വെക്കാറില്ല, ഈ ഒരുപാട് പേരെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഓഡീഷനും നടത്താറില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ഈ ഐഡിയ വെച്ചിട്ട് നമ്മളിൽ ഓൾറെഡി കുറേ പ്രൊഫൈൽസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു മെയിൽ ഐ ഡി കിടക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, അതിലെപ്പോഴും പ്രൊഫൈൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാൻ ആർട്ടിസ്റ്റുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യാറുണ്ട്. തിയേറ്റർ ആണെങ്കിലും ഇപ്പം എനിക്ക് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരെ പോലും ഞാൻ എടുത്തിട്ട് മറുപടി കൊടുക്കും. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഹായ് പറയും, സംസാരിക്കും, അവരുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ബാക്കി ഡീറ്റെയിൽസ് എടുക്കും. നമുക്ക് ചുമ്മാ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുമ്പോൾ തന്നെ ഇവരുടെ ഒരു സംസാര ശൈലിയും ഇത് ഓൺ സ്റ്റൈൽ എന്താണ്, ഈ സാധനം നമുക്ക് കിട്ടും.
അത് നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്യാരക്ടറിന് ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നത്. എന്നിട്ട് ഈ ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡീഷന് വിളിപ്പിക്കുന്നത്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യിക്കുന്നത്. അപ്പം അതിൽ വളരെ ഒരു ദിവസം ചിലപ്പോൾ 10-25 മാക്സിമം 20-25 ആൾക്കാരെ വിളിക്കാറുള്ളൂ. അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരുപാട് പേര് ഓഡീഷന് വന്നിരുന്ന് 100-500 പേര് ഓഡീഷൻ വന്നിരുന്ന് കിട്ടാതെ പോകുന്ന പരിപാടി ഇതിനകത്തില്ല. നമ്മൾ ഓൾറെഡി ഇവരുടെ അടുത്തുനിന്നൊരു സീൻ ചിലപ്പോൾ ചെയ്യിപ്പിച്ച് നമ്മൾ വാങ്ങിപ്പിച്ചിട്ടും കൂടി ആയിരിക്കും ഓഡീഷന് വിളിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഓഡീഷന് വന്നു പോകാറുള്ളൂ. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തെടുക്കാറ്. എനിക്ക് തോന്നുന്നു ഇതിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാരും ഓഡീഷന് വിളിപ്പിക്കുന്നത് തന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയവരെയാണ് നമ്മൾ ഇതുവരെ വിളിപ്പിച്ചിട്ടുള്ളത്. ഇനി അവർ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും നെക്സ്റ്റ് പടത്തിൽ ഏതെങ്കിലും ക്യാരക്ടറായിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിനിമകളിലും സംഭവിച്ചേക്കുന്നത്. ഞാൻ ആദ്യം ഓഡീഷൻ നടത്തിയ ഇതിൽ കിട്ടാത്തവർ പക്ഷേ എൻ്റെ മൈൻഡിലുണ്ടാവും, ഓക്കെ ഇവർ കൊള്ളാം, എവിടെയെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത്. നെക്സ്റ്റ് വേറെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എനിക്ക് ഇയാൾ മറ്റേതിൽ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ ഉടനെ അയാൾ വിളിപ്പിക്കും, ഈ ക്യാരക്ടറിന് വേണ്ടി ഓഡീഷൻ നടത്തും. അങ്ങനെ കിട്ടിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ എല്ലാവർക്കും എവിടെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും അത് പറ്റില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മളത് ശ്രമിക്കാറുണ്ട്. അതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് നടന്നില്ലേ നരിവേട്ടയിലേക്ക് പ്രണവിനെ? അത് താമി എന്ന് പറയുന്ന ക്യാരക്ടർ അൻരാജ് പറഞ്ഞത് തന്നെ എനിക്ക് നരിവേട്ടയിൽ ഒരു നായകൻ കൂടി ഉണ്ടെന്നാ. ടോവി അല്ലാതെ എനിക്കൊരു നായകൻ കൂടി ഉണ്ടെന്നുള്ളത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഓക്കെ താമി മറ്റൊരു നായകൻ കൂടി അതിനകത്ത്. താമിക്ക് വേണ്ടി നമ്മൾ കുറേ ഓപ്ഷൻസ് എടുത്തു, പല സ്ഥലങ്ങളിൽ നോക്കി, പക്ഷെ ഒന്നും അങ്ങ് അതായത് ഓക്കെ എന്ന് വരെ എത്തുന്നുള്ളൂ. ഇതാണ് താമി എന്നുള്ളത് കിട്ടുന്നില്ല. അപ്പോൾ ഞാനും ഡൊമിനിക്കും നിമിഷം കൂടി ഏതോ മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരുന്നത്, ചേട്ടാ എൻ്റെ പേര് പ്രണവ് എന്നാണ്, ഞാനിങ്ങനെ കുറച്ച് തമിഴ് പടമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട താമിയുടെ ലുക്കുള്ള ഒരുത്തൻ. ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നിട്ട് അതിന് നമ്പർ അയക്കുമെന്ന് പറഞ്ഞിട്ട് നമ്പർ അയച്ചു. അപ്പം തന്നെ വിളിച്ചിട്ട് ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരോ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വരിക, ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക, നോക്കുക. അങ്ങനെ ഇവിടെ വന്നു. പിന്നെ അപ്പോഴേക്ക് ഇവർ ഇവിടുന്ന് വയനാടേക്ക് ഷിഫ്റ്റായി പോയി. അതായത് ഷൂട്ട് തുടങ്ങാൻ ഒരു 2-3 എനിക്ക് 1 വീക്ക് മാക്സിമം അതിനുള്ളിൽ ഷൂട്ട് തുടങ്ങും. താമിനെ കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് പിന്നെ നേരെ വയനാട്ടിലേക്ക് വിട്ടു. വയനാട് ചെന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കിരൺ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അത് കൊള്ളാം. അപ്പോൾ ഞാൻ അൻരാജിനോട് ചോദിച്ചപ്പോൾ അൻരാജ് പറഞ്ഞു താമി ഓക്കെയാണ്, അടിപൊളിയാണ്, കൊള്ളാം, അതാണ് താമി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് താമി വന്നത്. ഈ ലോകയിലുണ്ടായിരുന്ന ദുർഗ, അതെ ദുർഗനെ നമ്മൾ ഒരുപാട് അത് ചോദിക്കാനിരുന്നായിരുന്നു. അല്ല പറഞ്ഞു. ഈ ദുർഗയുടെ ക്യാരക്ടറും ഈ സ്ക്രിപ്റ്റിലുള്ള സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 6-7 മാക്സിമം 8 വയസ്സുള്ള കുട്ടി ഫൈറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഞാനിത് ആലോചിക്കുന്നുണ്ട്. ഇത് ഓക്കെ കേൾക്കാൻ രസമുണ്ട്, അടിപൊളിയാണ്, 6-7 വയസ്സുള്ള ഒരു കുട്ടിയുടെ അന്യായ ഫൈറ്റ് പരിപാടി. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഇതെങ്ങനെ കുട്ടി വരണമല്ലോ, കുട്ടിയെ കിട്ടണമല്ലോ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, നമുക്കൊന്നും കൂടി ഏജ് ഒന്നും കൂടി ഒരു 10 വയസ്സോ അങ്ങോട്ടെങ്ങാനും കയറ്റി വെച്ചിട്ട് നമുക്ക് പിടിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും നോക്കി. മുംബൈ വരെ നോക്കി, ചെന്നൈയിൽ നിന്ന് 1-2 കുട്ടികൾ വന്നായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ചും കൂടി വലിയ കുട്ടികളാണ്. നമ്മൾ സ്ക്രിപ്റ്റിലുള്ള ഈ സാധനത്തിലേക്ക് എത്തിയിട്ടില്ല. കിട്ടും, പക്ഷെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ഈ പറയുന്ന ഏജ് കൂട്ടി അങ്ങോട്ട് പോകേണ്ടി വരും. പക്ഷെ ഇത് ഇത്ര ഈ ചെറിയ കുട്ടി ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി പടത്തിന് വേണ്ടത്. അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആഷ്ലി, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്, എനിക്ക് നമ്മുടെ സർക്കിളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആഷ്ലിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകളുണ്ടെന്ന് പറഞ്ഞു. ഈ ഫ്രണ്ട് കളരി ആശാനാണ്. പുള്ളിക്കാരൻ്റെ മകളുണ്ട്, 3 വയസ്സ് മുതൽ കളരി പഠിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾ അഭിനയിക്കുന്ന കുട്ടികൾ ഫൈറ്റ് ചെയ്യില്ല. ഇത് രണ്ടും കൂടി കിട്ടുന്നൊരു ഇത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ദുർഗ വരുന്നത്. ദുർഗനെ ഓഡീഷൻ സമയത്തും വിളിച്ച് ഈ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, കളരിയുടെ പരിപാടി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കളരിയിലെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യിച്ച് നോക്കുമല്ലോ. അപ്പം ഇവിടെ വെഫെയറിൻ്റെ ഓഫീസിൽ വന്നിട്ട് ദുർഗ നമ്മൾ അഭിനയിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ കിഡിലായിട്ട് ദുർഗ അഭിനയിക്കുന്നു. അപ്പം ഇനി എങ്ങനെയാണ് ഫൈറ്റിൻ്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാൻ നേരത്താണ് ദുർഗ ചേട്ടാ ഞാൻ ഒന്ന് വാം ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട്
ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ദുർഗ ഇങ്ങനെ പോയിട്ട് കൈ റബ്ബർ ബാൻഡോ നേരെ കുത്തിയിട്ട് നേരെ തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കളറിൽ എന്തെങ്കിലും കാണിക്കുന്നത് നേരെ തിരിയുന്നു, മറിയുന്നു, തലകുത്തി മറിയുന്നു, റബ്ബർ ബാൻഡ് പോലെ തട്ടി 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 പോകുന്നു. അപ്പോൾ തന്നെ തീരുമാനിച്ചു ഫിക്സ് ചെയ്തു ഇതിനും മേളിലേക്ക് ഒരു ആളെ കിട്ടാനില്ല എന്നുള്ളത്. ദുർഗ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു മറ്റു കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തൃശ്ശൂർ അവരുടെ വീട്. അടിപൊളിയാണ്. നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും, ഫൈറ്റും ചെയ്യും. ഈ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ദുർഗ കുറച്ച് ഭീകരമായിട്ട് സ്റ്റാറായി എന്ന് തോന്നുന്നു. ഇപ്പം ഒരുപാട് പേജസിൽ ഞാൻ കണ്ടു ദുർഗയുടെ പ്രൊഫൈലിൽ തന്നെ ആളുടെയും അച്ഛൻ്റെയും കൂടെ ഒരു കൊളാബ് ആണെന്ന് തോന്നുന്നു. മറ്റേ മാർഷൽ ആർട്സിന്റെ അതുപോലൊരു വീഡിയോ ആണ് ആഷ്ലി എന്നെ ആദ്യം കാണിക്കുന്നത്. ആഷ്ലി എൻ്റെ അടുത്ത് എടാ ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞിട്ടും അച്ഛനും മോളും അവരുടെ വേറെ പയ്യനാണോന്ന് അറിയില്ല, ഒരു പയ്യനോട് ഉണ്ടായിരുന്നു അതിനകത്ത്. ഇവർ 3 പേരും കൂടി നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു വീഡിയോ നമ്മളാദ്യം കാണുന്നത്. ഇത് കണ്ട ഉടനെയാണ് ദുർഗയോട് വരാൻ പറയാൻ പറഞ്ഞ് ദുർഗേനെ വിളിപ്പിച്ച് നമ്മൾ ഓഡിഷൻ നടത്തിയത്. ദുർഗ ഫിക്സായി. അങ്ങനെ ചെറിയ നീലിയും വലിയ നീലിയും എല്ലാം അടിപൊളിയായി തന്നെ. എനിക്ക് ആദ്യം കാണുമ്പോൾ എനിക്ക് രണ്ടുപേരും തമ്മിൽ ഭയങ്കര രൂപവ്യത്യാസം ഉണ്ടാകുന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ദുർഗ ഈ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ജോലൈനും ഈ ഇവരുടെ കവളുടെ എനിക്ക് ഇത് കല്യാണിയുടെ അതേ ഷേപ്പ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതൊക്കെ ഈ ഇതിലേക്ക് കോസ്റ്റ്യൂമിലേക്കും ആ ലുക്കിലേക്കും വന്നപ്പോഴാണ് എനിക്കും കല്യാണിയുടെ ഒരു ചായ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ തോന്നിയത്. ദുർഗ കൊള്ളായിരുന്നു. അതെ, ദുർഗ കൊള്ളാം. എല്ലാം എല്ലാവരും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. അതിലെല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ കാര്യമായിട്ട് 100-110 പണിയെടുത്തത്. ഇതിന്റെ റൈറ്റർ ശാന്തി ഇടയ്ക്കിടയ്ക്ക് ഇത് പടം ഇറങ്ങുന്നതിന് മുന്നേ എന്താവും ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡൊമിനിക്കാണെങ്കിൽ ഇടയ്ക്ക് കിളി പോയിരിക്കുന്നു. ഇങ്ങനെ ഇതിപ്പോൾ എവിടെ പോകും, ഇതെന്താണ് നമ്മൾ ഇറക്കി വിടുമ്പോൾ അവസ്ഥ എന്നുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം അവിടെ ഇരുന്നിട്ട് ഫുൾ കോൺഫിഡൻസ് 100-110 ഇത് അടിക്കും ഉറപ്പെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സംഭവിച്ചു. അപ്പം എന്തായാലും അടിപൊളിയായിട്ട് വന്നു. എന്താ പറയുക, ഞാൻ പറയാൻ വന്നതായിരുന്നു അഡീഷണൽ ഷോസും ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മുന്നിൽ നിൽക്കുന്നതും ലോക തന്നെയാണ്. മലയാളത്തിലൊരു ഇങ്ങനത്തെ ഒരു ഫാന്റസി ജോണറിലുള്ള ഇത്തരത്തിലുള്ളൊരു സിനിമ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന സിനിമ ഹിറ്റാവുന്ന ഓടും എന്ന് തോന്നിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓടും എന്ന് വിചാരിച്ചില്ല. നമ്മൾ തമിഴ് റിവ്യൂസും മറ്റേ അതർ ലാംഗ്വേജ് റിവ്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർ പറയുമ്പോൾ നമ്മൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ, ശരി. ഡൊമിനിക്കോ അങ്ങനെ തന്നെ ഈ അളിയത് ഇങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലായി. നമ്മളൊരു സിനിമ ചെയ്തു, വൃത്തിക്ക് അത് ഇറങ്ങണം എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ പോവാ, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും അടിപൊളി, ഒരുപാട് സന്തോഷം. കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി. സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഇനിയും അടുത്ത ദിവസം ആക്ടർ, റൈറ്റർ, ഡയറക്ടർ, കാസ്റ്റിംഗ് ഡയറക്ടർ എല്ലാത്തിലും സജീവമായിട്ടുള്ള ഒരു പ്രസൻസ് ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഒരുപാട് പടം കിടപ്പുണ്ട്. ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും ഒരു പടവും ഇല്ല. ആരും വിളിച്ചിട്ടില്ല, ഇനി വിളിക്കുമായിരിക്കും. ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടി എന്തായാലും അടുത്ത വർഷത്തേക്ക് കയറ്റാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് പതുക്കെ നീ ഫ്രണ്ട്സൊക്കെ പറയുന്ന കാസ്റ്റിംഗ് പതുക്കെ നിർത്തിയാലേ നിൻ്റെ എഴുത്ത് പരിപാടിയും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഫുൾ ടൈം കാസ്റ്റിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതുള്ളതുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്ന് ചത്തില്ല. ഇല്ലെങ്കിൽ ഒരുപാട് നാള് ഇതിങ്ങനെ നമുക്ക് വേറെ ഇൻകം ഒന്നുമില്ലല്ലോ. കാസ്റ്റിംഗ് വന്നപ്പോഴാണ് ഒരുവിധം നമ്മുടെ ഫിനാൻഷ്യൽ പരിപാടികളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് പൊക്കോട്ടെ. ഇടയ്ക്ക് അഭിനയിക്കാൻ പോകുമ്പോഴും ഇനി വരട്ടെ, നല്ലത് വരട്ടെ, എല്ലാം അടിപൊളിയായി തന്നെ വരട്ടെ. പിന്നെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.